സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി 2 തരം ചമ്മന്തി ഉണ്ടാക്കാം. ഒന്ന് വളരെയധികം സിമ്പിളാണ്. ഈ ചമ്മന്തിക്ക് എന്താണ് വേണ്ടത് എന്ന് നോക്കാം. അരമുറി തേങ്ങ ചിരകിയത്, 1 കഷ്ണം ഇഞ്ചി മുറിച്ച് വെച്ചത്, 3 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 4 അല്ലി വെളുത്തുള്ളി. മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ്. വയറ്റിൽ വല്ല അസുഖവും ഉണ്ടെങ്കിൽ ഈ ചമ്മന്തിയാണ് ഉണ്ടാക്കി കഴിക്കുക. അസുഖമുള്ളപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഉണ്ടാക്കി കഴിക്കാം. എങ്കിലും ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും നല്ല രുചിയുള്ള ചമ്മന്തിയാണ്. 1 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ചമ്മന്തി റെഡിയായി. ഇത്രയേ ഇതിന് പണിയുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ചമ്മന്തി ഉണ്ടാക്കാം. അതിന് എന്താണ് വേണ്ടത് എന്ന് നോക്കാം. നാല് വറ്റൽമുളക്, 1 ടീസ്പൂൺ വെളുത്ത എള്ള്, 1 കഷ്ണം ഇഞ്ചി മുറിച്ച് വെച്ചത്, 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1 തക്കാളി മുറിച്ച് വെച്ചത്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, പകുതി സവാള മുറിച്ച് വെച്ചത്, 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇതിരിങ്ങയും അണ്ടിപ്പരിപ്പ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. കുറച്ച് പുളിനാരങ്ങ നീരും വേണം. പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇളക്കിയെടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് മൂത്ത് വരുന്ന മണം നമ്മൾക്ക് മനസ്സിലാകും. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോളയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം. രണ്ട് ചമ്മന്തിക്കും വേറെ വേറെ സ്വാദാണ്. സവോള ഒന്ന് നല്ലതുപോലെ വാടി വരണം. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഒന്ന് ആയി വന്നാൽ ഇതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് നല്ലപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത ശേഷം അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ചമ്മന്തി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തിടാം. കുറച്ച് പുളിനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.